ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് ചിക്കൻ കറി വിത്ത് കേർഡാണ്. ഇത് കേർഡ് കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചിക്കൻ കറിയിലെ പീസസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയേണ്ട, അത്രക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ തൈര് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഗ്രേവിയൊക്കെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, വലിയ പ്രോസസ്സൊന്നുമില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, 8 സവാളയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞ് സവാള ആയതുകൊണ്ടാണ്. ഇപ്പം മീഡിയം സൈസ് സവാളയാണെങ്കിൽ 4 എണ്ണം മതിയാകും. അതുപോലെ തന്നെ നമുക്ക് എരിവിനനുസരിച്ച് മുളക് ചേർക്കാം. ഇപ്പം ഞാനൊരു 8 മുതൽ 10 വരെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളി 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ പറഞ്ഞതുപോലെ പകുതി നാരങ്ങയുടെ നീര്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പം ഞാനതും ഇവിടെ അരച്ച് വെച്ചിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്ത് തുടങ്ങാം. ചൂടുകട്ടിയുള്ള പാത്രം വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് തക്കാളി, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ചെറിയ മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒപ്പം തന്നെ ഞാൻ പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് നന്നായിട്ട് തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറിക്കൊരു പ്രത്യേക രുചിയായിരിക്കും. അപ്പോൾ കുറച്ചധികം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം വഴണ്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനിയാണ് നമ്മുടെ ചിക്കൻ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തൈര് ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് കറിവേപ്പിലയും ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണ് ഞാനവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ 1 കിലോ ചിക്കൻ കൂടെ ചേർത്ത് നമ്മൾ അരമുറി നാരങ്ങ നീര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു നാരങ്ങ നീര് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മസാലയെല്ലാം ആ ഒരു ചിക്കനിൽ മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ വേകാനായിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രേവി നിങ്ങൾക്ക് ലൂസാക്കിയും അതേപോലെ തന്നെ കുറച്ച് തിക്കാക്കി വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ കുറച്ച് തിക്കായിട്ടാണ് ഗ്രേവി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, കേർഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്